ഇപ്പം മിക്സ് ചെയ്യുക, ഇതൊക്കെയാ പറയുക. ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക. നമ്മുടെ പഴയ ഭാഷ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. അതെ. ആ നാടൻ ഭാഷയുണ്ട്, നാടൻ കറിയായി. അതെ. അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വയനാട്ടിലെ നമ്മുടെ അന്നാമ്മച്ചിയുടെ കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി കറിയായിട്ട്. ഇന്ന് എന്നാ കറിയാ? കോഴിക്കറി. കോഴിക്കറി. കോഴി പെരളൻ. വയനാടൻ സ്റ്റൈൽ കോഴിക്കറി വയനാട് സ്റ്റൈൽ ആണോ? നമ്മളുണ്ടാക്കുന്ന എല്ലാം വയനാട് സ്റ്റൈലായിരിക്കും. ഓക്കെ ഓക്കെ. ആ അപ്പം കോഴി എന്നതാ എങ്ങനെയാണ് കറി വെക്കുന്നത്? പല സൈസ് കറികളുണ്ടോ? പല സൈസ് കറിയുണ്ട്. പഴലുണ്ട്, പിന്നെ ചാറായിട്ടുള്ളതുണ്ട്, ഒരു വിധമായ രീതിയിലുള്ള പിന്നെ ചാറില്ലാതെ ഒരു പെരളനാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വയനാടൻ സ്റ്റൈല് കോഴി പെരളനാണ്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കഴിക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ അന്നാമ്മച്ചിയുടെ വയനാടൻ സ്റ്റൈൽ കോഴി പെരളൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കുന്നതായിരിക്കും. തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ലേശം പെരുംജീരകം ഇടാം. ജീരകം മൂത്ത് കഴിഞ്ഞ് പിന്നെ ഇത് ഉള്ളി അരിഞ്ഞത് വഴറ്റണം. ഉള്ളി ഇടാം. ഉള്ളിയിട്ട് വഴറ്റണം. വഴറ്റണം. പിന്നെ ഇഞ്ചി ഇടുക. ഇഞ്ചി അരിഞ്ഞത് ഇതിൽ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഇടുക. കുറച്ച് മുളക് ഇട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി കുറച്ച് നേരം വരട്ടണം. ഇങ്ങനെയൊക്കെയാണ് കറി വെക്കുക നിങ്ങൾ എല്ലാവരും എല്ലാ നാട്ടിലും? ഞങ്ങളിങ്ങനെ വെക്കും, പക്ഷെ ഇത് കാണാനൊരു സ്റ്റൈലുണ്ട്. ഇപ്പം പഴയ കാലത്തൊക്കെ ഇങ്ങനെ കോഴിയല്ലേ, നാടൻ കോഴിയല്ലേ? നാടൻ കോഴി പഴയ കാലത്ത് അതിനൊരു പ്രത്യേക രുചിയായിരിക്കും. അത് വേറെ രുചിയാണ്. നാടൻ കോഴിക്ക് വെപ്പും വ്യത്യാസം ഉണ്ടാവും. ഉണ്ട്. ഈ മോഡലല്ല. നാടൻ കോഴിക്ക് വെപ്പും വ്യത്യാസമുണ്ട്. ഈ രീതിയിലല്ല വെക്കുന്നത്. നാടൻ കോഴിക്ക് കുറച്ച് രുചി ഉണ്ടാവും കൂടുതൽ, ഇതിനെക്കാട്ടി കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ വെപ്പിന് മാറ്റം. നാടൻ കോഴി ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ വളർക്കുമായിരുന്നു. നാടൻ കോഴി ഇഷ്ടംപോലെ വളർക്കും. പിന്നെ കൂർക്കനൊക്കെയുള്ള കാലഘട്ടമായിരുന്നു. കോഴീനെയൊക്കെ വലുതായി കിട്ടുന്ന കുറച്ച് വിഷമാണ്. അന്നൊക്കെ ഭയങ്കര നമ്മളും കഴിക്കും. അത്ര തന്നെ പകുതി നമ്മളും കഴിക്കും. ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര മലയോരങ്ങളിലൊക്കെ ഭയങ്കര കാടൊക്കെ അല്ലേ. അപ്പം നാടൻ കോഴി വളർക്കുമ്പോൾ കുറേ കോഴികളെ കൂർക്കനും കൊണ്ടുപോകും, കുറേ നമുക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെയല്ല അതിൻ്റെ കറി വെക്കണേ, വേറെ വ്യത്യാസത്തിലുണ്ട്. നമുക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് കോഴീനെ നമുക്ക് കിട്ടും. കുറുക്കം കൊണ്ടുപോകും, ബാക്കിയുള്ള കോഴീനെ നമ്മൾ ഒന്നുമില്ല. അന്നൊക്കെ അല്ലെങ്കിൽ ഭയങ്കര മലകളൊക്കെ ഇവിടെ, വലിയ മലകളും വലിയ കാടുകളും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കടുവ ആളെ പിടിക്കാൻ തുടങ്ങിയില്ലേ? നമ്മുടെ അവിടെ ഇപ്പൊ ഒരാളെ പിടിച്ചിരിക്കുക കടുവ. ഒരു 8 ദിവസം മുമ്പ് 8-9 ദിവസം മുമ്പ് ഒരു കടുവ നമ്മുടെ അയലക്കത്ത് തന്നെ കടുവ പിടിച്ചു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കടുവ പിടിച്ച് കൊന്നു.
നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതല്ലേ? അതെ. ഇത് ഏറെക്കുറെ വഴങ്ങി. ഇനി നമുക്ക് ലേശം മുളക് പൊടി ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക ആദ്യം. മുളക് പൊടിയാ ഇല്ല. ഇനി മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടിയാണേ. മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് ഇളക്കുക. അപ്പം അതൊരു ഇത് ചുവപ്പ് ലൈറ്റ് ആയി വരും. മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇപ്പം നമ്മൾ അളന്നിട്ടുള്ള ഞാൻ എൻ്റെ കൈക്ക് വരുന്ന ഒരളവിലങ്ങ് ഇടുക കേട്ടോ. ഒന്നും അളന്നിട്ടൊന്നും അല്ല, നമ്മുടെ ഒരു കൈ അളവിലങ്ങ് ഇടുക. അങ്ങനെയാണ് നമ്മൾ ഇടാറുള്ളത്, അളന്നിട്ടൊന്നും അല്ല. ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ ഇങ്ങനെ പല സൈസിൽ വെക്കാം. പിന്നെ ഇങ്ങനെ വരളിനായിട്ട് വെക്കാം, വേറെ സാമ്പിളിലും വെക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ വരട്ടി വെക്കുന്നു. അരപ്പ് മൂത്ത് വഴണ്ടു. ഇനി നമുക്ക് ഇറച്ചിയിടാം. ഇറച്ചി ഇട്ടിട്ട് ഇളക്കി വരട്ടാം. ഇറച്ചി ഇട്ടിട്ട് ഇളക്കി നമുക്ക് വരട്ടണം. എല്ലാത്തിലും അരപ്പങ്ങനെ ചേരണം. ഉപ്പ് അല്പം വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് ഇത് മൂടണം. വെള്ളമൊഴിച്ച് തട്ടിപ്പൊത്തി മൂടണം. തട്ടിപ്പൊത്തി എന്നെ അരപ്പെല്ലാം ഇനിയിപ്പോൾ തേക്കുമ്പോൾ അതിനെ പിടിക്കണം. മൂടി വെക്കുക. ഒരു 20 മിനിറ്റ് വെച്ചാൽ ഇറച്ചി വേകും. 20 മിനിറ്റ് മൂടിയിരിക്കണം. അങ്ങനെ നമുക്കിത് ഇറച്ചി ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കട്ടെ. ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിലേ പിടിക്കും. അപ്പോൾ ഇളക്കിയിടുമ്പോൾ അതിന് മേതെയുള്ളതും അടിയിലാവുമ്പോൾ വേവെല്ലാം ഒന്നുപോലെ ആയിക്കോളും. പിന്നെ അമ്മച്ചി നാടൻ കറി വെക്കുമ്പോൾ തന്നെ നാടൻ ഭാഷയും പറയുന്നത് അല്ലേ? നാടൻ ഭാഷയും വരുന്നുണ്ട് ഇതിനകത്ത്. തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയണത് പിന്നെ മനസ്സിലാകുന്നില്ല, മക്കൾക്ക് മനസ്സിലാകുന്നില്ല. തട്ടിപ്പോക്കുക. അപ്പം നാടൻ കറി വെക്കുമ്പോൾ നാടൻ ഭാഷയും പറയും. തട്ടിപ്പൊത്തി വെക്കുക. ഇപ്പം ഭാഷ മിക്സ് ചെയ്യുക. അല്ല, ഇപ്പം മിക്സ് ചെയ്യുക, ഇതൊക്കെയാ പറയുക. ആഡ് ചെയ്യുക. നമ്മുടെ പഴയ ഭാഷ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. അതെ. അപ്പോൾ കുറച്ച് നാടൻ ഭാഷയും പഠിക്കാമല്ലോ. ആ നാടൻ ഭാഷയുണ്ട്, നാടൻ കറിയായി. അതെ. ഞങ്ങളെ പോലെയുള്ള അമ്മമാരുടെ അടുത്ത് ചെന്നാൽ ഇങ്ങനത്തെ ഭാഷ കിട്ടുള്ളൂ. അതെ. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. നമുക്കേ കറി ആയോ എന്ന് നോക്കാം.
ഏകദേശം ആയിട്ടുണ്ട്. ഇതൊന്ന് വാങ്ങാം. അപ്പം അങ്ങനെ നമ്മുടെ കോഴി പെരളൻ റെഡി ആയില്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കണം. നല്ല കളറൊക്കെയാണ് കാണുമ്പോൾ തന്നെ. കളറുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാൻ തോന്നും. നമുക്കൊരു കോഴി പെരളനും കൂട്ടിയിട്ടേ നമുക്കൊരു അപ്പം ചൂടാം. ആണോ? കള്ളപ്പം എന്ന് പറയും. അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിയുടെ കൂട്ടത്തിൽ അത് നല്ലതല്ലേ? ഇപ്പം തന്നെ ചുട്ടു തരാം. ഇപ്പം തന്നെ ചൂടാ. ആയിക്കോട്ടെ. ആയിട്ടുണ്ട്. ചുട്ട് കഴിക്കാം. അത് കോഴിയിറച്ചിയുടെ കൂട്ടത്തിൽ ചേരുന്നതാണ് ഈ കള്ളപ്പം. എല്ലാവരും അങ്ങനെയാണ്. ഞങ്ങളെല്ലാം. അപ്പോൾ അതുവരെ ഈ കോഴിക്കറി വീണ്ടും ഒന്നോട്ട് തട്ടിപ്പൊത്തി വെക്കണോ? വേണ്ട, തട്ടിപ്പൊത്തി വേണ്ട. ഇനി ഇതിപ്പോൾ ഇതിങ്ങ് വാങ്ങി വെച്ചിട്ട് അത് റെഡിയായിട്ട് പിന്നെ പറ്റിയിരുന്നു. ഇനി നമ്മൾ കോരിയിടുമ്പോൾ റെഡി ആയിക്കോളും. ഇനി തട്ടിപ്പൊത്തണ്ട. അതെ അതെ. അപ്പം ചുട്ടിട്ട് കഴിക്കാം. രണ്ടും കൂട്ടുക, കഴിക്കുക. ആയിക്കോട്ടെ. അപ്പോൾ അപ്പത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇത് വാങ്ങാം. നമ്മുടെ കോഴിക്കറി റെഡിയായി. അപ്പം റെഡിയായി. നമുക്ക് കഴിക്കാൻ നോക്കാം. അമ്മച്ചി, ഈ കള്ളപ്പവും ഈ ചിക്കൻ്റെ ഒരു പീസും ചാറെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് വാരി അങ്ങ് എടുത്ത് തിന്നണം. അത് തിന്നുമ്പോൾ ആവേശത്തോടു കൂടി തിന്നണം. അതെ അതെ, ആവേശത്തോടു കൂടി തിന്നണം. അപ്പോൾ അതിൻ്റെ റെസ്റ്റൊക്കെ എന്താണ്, കുറവുകൾ നന്മകൾ പറയുക. നല്ലതാണെങ്കിൽ പറയുക. അമ്മച്ചി വെച്ച കറിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമല്ല. അത് സൂപ്പറായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. മക്കൾ തിന്നിട്ട് പറയുക. കള്ളപ്പം സൂപ്പർ, കോഴിക്കറി അതിലും സൂപ്പർ. അടിപൊളി. ശരി. അപ്പോൾ നമ്മുടെ അന്നാമ്മച്ചിയുടെ വയനാടൻ സ്റ്റൈല് കോഴിപ്പെരളനും കള്ളപ്പം കൂടെ കഴിച്ചു. അടിപൊളിയാണ്. വേറൊരു അഭിപ്രായം പറയാനില്ല. എല്ലാം സമാസമം. അടിപൊളി കറി. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇതേ രീതിയിൽ തന്നെ അല്ലേ? എല്ലാവരും നാടൻ കോഴിക്കറിയൊക്കെ വെക്കലുണ്ട്. എങ്കിലും ഈ രീതിയിലൊന്ന് കണ്ടിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും തന്നെ. അപ്പോൾ അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അതുവരെ എല്ലാവർക്കും